Good morning students. Last class we have grievance and causes of grievance and grievance redressal and so what do you mean by grievance? Any type of misunderstanding or heavy hearted feel or dissatisfaction, anything, any state of mind which is unpleasant. If it prolongs, it becomes a grievance. അതേപോലെ തന്നെ in what all situations grievances can happen എന്നുള്ളതും നമ്മൾ നോക്കി. എന്തൊക്കെയായിരുന്നു അതിൻ്റെ causes? Grievances arising out of working conditions, grievances arising from management policy, grievances arising from violation of rules, regulations, policies, etc. and grievances arising out of personal maladjustment. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗ്രീവൻസസിൻ്റെ കോസസ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഗ്രീവൻസ് റിഡ്രസലിനെ കുറിച്ചിട്ടാണ് പിന്നത്തെ നമ്മുടെ ക്ലാസ് ആയിരുന്നത്. ഗ്രീവൻസ് റിഡ്രസൽ എന്താണ്? വാട്ട് എവർ ഗ്രീവൻസ് ആൻ എംപ്ലോയി ഇൻ ഹിസ് വർക്കിംഗ് എൻവയൺമെൻറ്റ് ഇഫ് ഹി ഹാസ് എനിത്തിങ് ഇറ്റ് ഹാസ് ടു ബി പുട്ട് ഇൻ ടു ലൈറ്റ്. അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരണം ആ ഗ്രീവൻസ്. ഒരിക്കലും ഒരു എംപ്ലോയി ആ ഗ്രീവൻസ് ഉള്ളിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. അത് ഓർഗനൈസേഷനും ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഈ ഗ്രീവൻസ് പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾസോ എഫക്റ്റ് ദി എംപ്ലോയീസ് ഹെൽത്ത് കണ്ടീഷൻ ഓൾസോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നോർമലി ഇൻ ദി ഓർഗനൈസേഷൻ we set a grievance procedure, grievance redressal procedure. So if a person having any grievance, they can put forth the complaint to the immediate supervisor, and according to the procedure it can be dealt with. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഗ്രീവൻസ് എന്താണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറിനെ നമ്മൾ അറിയിക്കുക. ഓക്കെ, അതിൻ്റെ പ്രൊസീജിയറും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് 3 സ്റ്റേജസിലാണ് ഉണ്ടായിരിക്കുക. എന്താണ് 3 സ്റ്റേജസിൽ വരുന്നത്? എംപ്ലോയി ഗീവ്സ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രീവൻസ് ആണ് കൊടുക്കുക. സെക്കൻഡ് വൺ ഇസ് മീറ്റിംഗ് ഇസ് ഹെൽഡ് and employer informs employee of the outcome, and third one is appeal if necessary. അങ്ങനെ 3 സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്താ പറഞ്ഞത്? ഗ്രീവൻസ് എന്താണെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യാം. റിട്ടേൺ ആകുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, ഗ്രീവൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ അയാൾ എഴുതി കൊടുക്കുമ്പോൾ തന്നെ അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ അതിൽ ഉണ്ടായിരിക്കും. സെക്കൻഡ് തിങ് ഇസ് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ അതല്ലെങ്കിൽ എംപ്ലോയർ എന്ത് ചെയ്യാണ്? ആ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാണ്. അപ്പോൾ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ദർ വിൽ ബി 2 or 3 മീറ്റിംഗ്സ് ഓർ ഡിസ്കഷൻസ് based upon the grievance, and finally they will take a solution that is known as the outcome. This should be informed to the employee. And third step, if the employee is further not satisfied what the employer has given a proper answer or solution, അവർ കൊടുത്തിട്ടുള്ള സൊല്യൂഷന് എംപ്ലോയി സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ he can approach the court. അപ്പോൾ അപ്പീലിന് പോകാവുന്നതാണ്, അതിൻ്റെ ഹയർ ഒഫീഷ്യൽസിലേക്ക് നീങ്ങാവുന്നതാണ്. ആസ് പെർ ലോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. സോ ഇപ്പോൾ നമുക്കുള്ളത് ഒരു ഗ്രീവൻസ് ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയറിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയർ: സിമ്പിൾ, ഫെയർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സിമ്പിൾ, ഫെയർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ, നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന നമ്മുടെ കംപ്ലൈൻറ്റിൽ അത് സിമ്പിളായിരിക്കണം, ഫെയർ ആയിരിക്കണം, ആൻഡ് ദെൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള ഗ്രീവൻസ് ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോം.
And third one is grievance may be taken at the first instance, normally to the immediate supervisor. അപ്പോൾ ഗ്രീവൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ. Encourage employee to put forth the grievance. നമ്മൾ പരമാവധി എംപ്ലോയീസിന് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ എപ്പോഴും പറയാറ്. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞാൽ അതിന് നല്ലൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അങ്ങനെ എംപ്ലോയീസ് നമ്മൾ എൻകറേജ് ചെയ്യണം. പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്. നമ്മൾ ഏത് അന്വേഷണമായാലും എന്ത് കാര്യങ്ങളായാലും ഗ്രീവൻസ് നമ്മൾ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലേറ്റ് ആവാതെ നമ്മൾ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കണം. റെഗുലർ മീറ്റിംഗ്സ് ആൻഡ് മിനിറ്റ്സ് റെക്കോർഡിംഗ്. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം നോർമലി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യും. അതായത് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ടീസായിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുക. എൻക്വയറി പോലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക. അങ്ങനെ ചോദിച്ചറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോ മീറ്റിങ്ങിലും ഉണ്ടായിട്ടുള്ളത്, ഈ ഇൻഫർമേഷൻസ് ദേ ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ റൈറ്റിംഗ്. മിനിറ്റ്സ് റെക്കോർഡിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. സാധാരണ ഒരു മീറ്റിങ്ങിൽ നമ്മൾ അതിൻ്റെ സെക്രട്ടറി ആരാന്നുണ്ടെങ്കിൽ അവർ സാധാരണ ഇതിൻ്റെ മിനിറ്റ്സ് എഴുതാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിലും ഒരു ചെറിയൊരു കമ്മിറ്റി പോലെ അവർ ഫോം ചെയ്യും. ഇത്ര പേഴ്സൺസ് ആണ് ഇത് സോൾവ് ഈ ഗ്രീവൻസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ 2 or 3 പേഴ്സൺസിനെ നമ്മൾ വിൽ ഗിവ് ദി റെസ്പോൺസിബിലിറ്റി. സോ ദോസ് പേഴ്സൺസ് വിൽ കണ്ടക്ട് ദി ക്ലാസ് മീറ്റിംഗ്സ് ആൻഡ് ദേ വിൽ റെക്കോർഡ് what has happened, what has taken place in that particular meeting. And then is gain employee confidence. എംപ്ലോയീസിന് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പ്രൊസീഡിങ്സ് ഷുഡ് ബി ഫെയർ, ഹോണസ്റ്റ് ആൻഡ് നോട്ട് ബയസ്. അപ്പോൾ എന്ത് പ്രൊസീഡിങ്സ് ഉണ്ടായാലും അപ്പോൾ നമ്മുടെ ഗ്രീവൻസിൻ്റെ പ്രൊസീഡിങ്സൊക്കെ എപ്പോഴും ഫെയർ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. So what is fair that the company has to do, the organization has to do? ഇതൊക്കെയാണ് ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയറിൽ വരുന്നത്. ഒന്നുകൂടിയും പറയാം. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഫെയർ ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഷുഡ് ബി ഇൻ ദ റിട്ടൺ ഫോം. ഗ്രീവൻസ് മേ ബി ടേക്കൻ ഇനീഷ്യലി ഗ്രീവൻസ് നമ്മുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആരാണോ അവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. എൻകറേജ് എംപ്ലോയി ടു പുട്ട് ഫോർ ദി ഗ്രീവൻസ്. എവറി ഗ്രീവൻസ് ഷാൽ ബി dealt with the prescribed time limit. Regular meetings and minutes recording should be there. While doing this, we'll gain the employee confidence also. എംപ്ലോയീസിന് കോൺഫിഡൻസ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് നമ്മുടെ ഹയർ ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു ഗെയിൻ എംപ്ലോയി കോൺഫിഡൻസിൽ വരുന്നതാണ്. പ്രൊസീഡിങ്സ് ഷുഡ് ബി ഫെയർ. അതിനുശേഷം നമ്മൾ പറയുന്ന തീരുമാനങ്ങളായാലും നമ്മൾ എടുക്കുന്ന എന്ത് ഡിസിഷൻസ് ആയാലും സൊല്യൂഷൻസ് ആയാലും അത് ഫെയർ ആൻഡ് ജസ്റ്റ് ആയിരിക്കണം. ഒരു ബയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവരുത്, ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാവരുത്, തെറ്റിദ്ധരിപ്പിക്കരുത് ആരെയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് വിൽ മൂവ് ഓൺ വിത്ത് ദി റോൾ ഓഫ് HR മാനേജർ ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഇപ്പോൾ നിങ്ങളിത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഒരു ഓർഗനൈസേഷനിലെ HR മാനേജറിൻ്റെ റോൾ എന്താണ് അല്ലേ? അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രമല്ല തീരുമാനം എടുക്കുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് കാര്യങ്ങൾ മുഴുവനും ഡിസൈൻ ചെയ്യുന്നത്. ഹി ഇംപ്ലിമെൻറ്റ്സ് ഇറ്റ്, ഹി അച്ചീവ്സ് ഇറ്റ് for the betterment of the organization. ഓർഗനൈസേഷൻ ഒരു ടാർഗറ്റ് HR മാനേജറിനെ ഏൽപ്പിക്കുകയാണ്. ദിസ് പൊസിഷൻ വി ഹാവ് ടു അച്ചീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അതല്ലാന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നതും ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ HR മാനേജറാണ്. സോ HR മാനേജറിന് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലും അവർ ലോവർ ലെവൽ മാനേജ്മെൻറ്റായിട്ടും മിങ്കിൾ ചെയ്യാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും അവർക്കുണ്ട്. സോ ദേ വിൽ ഡിസൈഡ് what position the company has to achieve and how they are going to achieve and who they are going to make them to achieve all those things എന്നുള്ളതും ഡിസൈഡ് ചെയ്യുന്നത് HR മാനേജറാണ്. This you would have learnt in the first chapter. And now
we are coming to the role of HR manager in grievance handling. Grievance handling le endana HR manager inde role, what he is going to do. The grievance procedure may be initiated for all work related grievance. എല്ലാ ഓർഗനൈസേഷനിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രീവൻസസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ്? അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ നോർമലി എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഗ്രീവൻസസ് അവിടെ ഉണ്ടാവാം എന്നുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷൻ മുൻകൂട്ടി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരതിനനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന രീതിയിലുള്ള പണിഷ്മെൻറ്റ്സോ അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിലുള്ള ആക്ഷൻസ് എടുക്കാം എന്നുള്ളത് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകും. അപ്പോൾ വർക്കിംഗ് എൻവയൺമെൻറ്റിൽ ഗ്രീവൻസസ് ഉണ്ടാവാം, സാധാരണയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു പ്രൊസീജിയർ വേണം, ഗ്രീവൻസസ് സെല്ല് വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് HR മാനേജറാണ്. The existence of the grievance procedure does not remove a manager's or supervisor's obligation to take all responsible steps to identify and address as part of their usual responsibilities practices which may lead to a grievance. അപ്പോൾ എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഓർ ദി മാനേജർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അതിനുശേഷമാണ് അത് ഹയർ ഒഫീഷ്യൽസിലേക്ക് എത്തേണ്ട ആവശ്യമുള്ളൂ. And then parties are encouraged to resolve a grievance at their source. അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ the grievance should be sought out or dealt with their level itself. അതൊരു ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകരുത്. അവർ തമ്മിൽ തന്നെ പാർട്ടീസ് ഇൻവോൾവ് ചെയ്തവർ തന്നെ ആ തർക്കം അല്ലെങ്കിൽ ആ ഒരു ഗ്രീവൻസ് പറഞ്ഞ് തീർക്കേണ്ടതാണ്. അതല്ലാന്നുണ്ടെങ്കിലാണ് അതിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോകേണ്ടത്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആൻഡ് പ്രൊസീജിയറൽ ഫെയർനെസ് അപ്ലൈ ടു ദ റെസൊല്യൂഷൻ ഓഫ് ഗ്രീവൻസസ് ഓർ ഗ്രീവൻസ് പ്രോസസ്. നോർമലി ഗ്രീവൻസ് പ്രൊസീജിയറിൽ ഗ്രീവൻസ് പ്രോസസ്സിൽ അതിൻ്റെ പ്രൊസീഡിങ്സിൽ വരുന്ന സമയത്ത് അതിൻ്റെ സൊല്യൂഷൻസ് എടുക്കുമ്പോൾ അത് നാച്ചുറൽ ജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എടുക്കുള്ളൂ. അങ്ങനെയാണ് അത് അതിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോം ചെയ്യാം. കോൺഫിഡൻഷ്യാലിറ്റി വിൽ ബി റെസ്പെക്റ്റഡ് at all times within the constraints of the need to fully investigate the grievance. അപ്പോൾ ഗ്രീവൻസ് ഉണ്ടായി നമ്മളൊരാളിനെ കുറിച്ച് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്ത രണ്ട് പാർട്ടീസും അത് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയും മാത്രമേ ഇത് അറിയാനായിട്ട് പാടുള്ളൂ. ഇറ്റ് ഷുഡ് ബി ഡെൽറ്റ് കോൺഫിഡൻഷ്യലി. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എല്ലാവരുടെ അടുത്തും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ഇഷ്യൂസ് ഓർഗനൈസേഷനിൽ ഇറ്റ് വിൽ ക്രിയേറ്റ്. അപ്പോൾ അത് കാരണമാണ് പറയുന്നത് ഇങ്ങനത്തെ ഗ്രീവൻസ് പ്രൊസീജിയേഴ്സ് മുഴുവനും നമ്മൾ ശരിക്കും ഡീൽ ചെയ്യേണ്ടത് കോൺഫിഡൻഷ്യലായിട്ടാണ്. സ്റ്റാഫ് റേസിംഗ് എ ഗ്രീവൻസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോസസ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രീവൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അതിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇൻ ഗുഡ് ഫെയ്ത്ത്, നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വരുന്നത്. നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു റിസൾട്ട്, നമുക്കൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലൊരു ധാരണ ഉള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യണത്? ഗ്രീവൻസ് അവിടെ കംപ്ലയിൻറ്റ് ചെയ്യണത്. എ സ്റ്റാഫ് മെമ്പർ ഹു റൈസസ് എ ഗ്രീവൻസ് ഇൻ ഗുഡ് ഫെയ്ത്ത് വിൽ ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഡെട്രിമെൻ്റൽ ആക്ഷൻ. അപ്പോൾ അങ്ങനെ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ ഗ്രീവൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രീവൻസ് കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വം ഓർഗനൈസേഷനുണ്ട്. അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഹറാസ്മെൻറ്റോ ഒന്നും അവരിലേക്ക് എത്താത്ത രീതിയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കംപ്ലീറ്റ് ആയിട്ട് ഓർഗനൈസേഷനുണ്ട്. ഓക്കെ. And then the grievance procedure does not limit the right of any person to use other available agencies. Grievance procedure-ൽ നമുക്ക് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഹയർ ഒഫീഷ്യൽ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഗുഡ് അഡ്വൈസസ്, അതല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാവുന്ന യൂണിയൻ, ട്രേഡ് യൂണിയൻ മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. വെറുതെ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്താ പറയുക, നമ്മൾ വലിയ ഇതിലേക്ക് കൊണ്ടെത്തിക്കാണ്ട് ചെറിയ കാര്യങ്ങൾ ചെറിയ രീതിയിൽ തന്നെ ഒതുങ്ങി അത് അവിടെ ക്ലിയർ ചെയ്ത് വിടണം എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ടത്.
ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഓർഗനൈസേഷനിലുള്ള HR മാനേജറിൻ്റെ റോളാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രീവൻസ് ഒരു എംപ്ലോയി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രീവൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് അധികം ആൾക്കാരിലേക്ക് എത്തിക്കാണ്ട് കോൺഫിഡൻഷ്യലായിട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അതേപോലെ അതിന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാർ അത് ഡീൽ ചെയ്യാനായിട്ട് പറ്റിയ ആൾക്കാരിനൊക്കെ കൺസിഡർ ചെയ്യേണ്ടത് HR മാനേജറാണ്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സും നമ്മുടെ റോൾ ഓഫ് HR മാനേജർ ഇനി ഗ്രീവൻസ് പ്രൊസീജിയറും കഴിഞ്ഞു. ഇനി ഒരു ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയറിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു 7 points ആണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് നമുക്കുള്ളത് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയറാണ്. അതിൽ വരുന്ന ഒരു 7 points ആണ് ഞാൻ തൽക്കാലം ബോർഡുമേ നോട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്രൊസീജിയറൽ ഫെയർനെസ്, സെക്കൻഡ് വൺ സബ്സ്റ്റാൻറ്റീവ് ഫെയർനെസ്, കോൺഫിഡൻഷ്യാലിറ്റി, ടൈംലിനെസ്, റെക്കോർഡ് കീപ്പിംഗ്, ട്രാൻസ്പാരൻസി, ആൻഡ് 7th one openness, honesty and fair dealing. സോ പ്രൊസീജിയറൽ ഫെയർനെസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രീവൻസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഹാൻഡിൽഡ് ടു ബി ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. അവിടെ ഒരു പാർഷ്യാലിറ്റിയുടെ ആവശ്യം വരുന്നില്ല. ഒരാൾ അയാളുടെ എന്താ പറയുക, അയാളുടെ ഉള്ളിലുള്ള ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഹി ഹാസ് പുട്ട് ഇറ്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് ഹി ഹാസ് ബ്രോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പോൾ ആ കാര്യം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡെൽറ്റ് ഫെയർലി and impartially. The grievance always should be informed. If it is formally, it should be always in writing. And the person who is making a complaint is known as a grievant, and the person whom we are making a complaint against, that person is known as respondent. ഇപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ പറയുന്നത് ഗ്രീവൻ്റ് എന്നാണ്. ഇത് ആർക്ക് എതിരായിട്ടാണോ നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നത് ആ പേഴ്സണിനെ വി കോൾ ഇറ്റ് ആസ് റെസ്പോണ്ടൻറ്റ്. രണ്ട് പേർക്കും അവരുടേതായ ഗ്രീവൻറ്റിനും റെസ്പോണ്ടൻറ്റിനും രണ്ട് പേർക്കും അവരുടേതായ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള അവകാശങ്ങളുണ്ട്. ദേ ഹാവ് ദെയർ ഓൺ റൈറ്റ് ടു സേ ദെയർ പെർട്ടിക്കുലർ സൈഡ്. അവരുടെ ഭാഗം നിന്ന് എന്താണോ പറയാനുള്ളത് അത് പറയാനുള്ള റൈറ്റ് ഗ്രീവൻറ്റിനും ഉണ്ട്, റെസ്പോണ്ടൻറ്റിനും ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ the respondent has the right to say their side. നമ്മൾ ഗ്രീവൻ്റ് പറയുന്നത് മാത്രം കേട്ടിട്ട് നമ്മളൊരു തീരുമാനം ഇത് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ് ദ റെസ്പോണ്ടൻറ്റിന് പറയാനുള്ളത് അതും കൂടിയും കേട്ടിട്ടാണ് നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ബിഫോർ ദ റെസ്പോണ്ടൻറ്റ് ഹാസ് എ റൈറ്റ് ടു നോ ദ ഇംപ്ലിക്കേഷൻസ് ഫോർ ദം ഇൻ ടേംസ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ ഇഫ് ദ കംപ്ലൈൻറ്റ് ഇസ് പ്രൂവൻ. ഇപ്പോൾ ഗ്രീവൻറ്റ് കൊടുത്തിട്ടുള്ള കംപ്ലൈൻറ്റ് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അയാൾക്കെതിരെ എടുക്കാൻ പോകുന്ന ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ളത് അറിയാനുള്ള എല്ലാ അവകാശവും റെസ്പോണ്ടൻറ്റിന് ഉണ്ട്. ദ ഗ്രീവൻസ് ഹാൻഡ്ലർ ഷുഡ് ബി ഫെയർ, impartial and unbiased in their investigation. If there is a conflict of interest, the matter should be referred to another grievance handler or internal unit. അപ്പോൾ ഒരു ഗ്രീവൻസ് നമ്മൾ കൊടുത്തേക്കാണ്. ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഹു ഈസ് എ ഗ്രീവൻറ്റ്, ഹു ഈസ് എ റെസ്പോണ്ടൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ട് പേരുടെ സൈഡും കേൾക്കാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളെടുക്കുന്ന ഒരു ഡിസിഷൻസ് അവർക്ക് പിന്നെയും ഇഫ് ദേ ആർ സ്റ്റിൽ ഹാവിങ് എ കോൺഫ്ലിക്റ്റ് against the decisions or solutions which the grievance handler has given to them, so the grievance may be handled to another person or to internal unit. This will be transferred by the grievance handler. ഇത് ചെയ്യേണ്ടത് ഗ്രീവൻറ്റും അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റും അല്ല, ഗ്രീവൻസ് ഹാൻഡ്ലറാണ് ഈ കൺസെൻറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് എന്താണ്, ഈ ഗ്രീവൻസ് ഇനി അടുത്ത ആൾക്ക് ഫോർവേഡ് ചെയ്യാം.
എന്നുള്ള കൺസെൻറ്റ് കൊടുക്കേണ്ടത് ആരാണ്? ദ ഇനീഷ്യൽ ഗ്രീവൻസ് ഹാൻഡ്ലറാണ്. ഓക്കെ, സോ പ്രൊസീജിയറൽ ഫെയർനെസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് ഷാൽ ബി ഇൻ എ റിട്ടൺ ഫോം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇറ്റ് ഷുഡ് ബി ഫെയർ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇംപാർഷ്യൽ. നമ്മൾ പാർഷ്യാലിറ്റി അവിടെ നോക്കണമെന്നില്ല, ഒരാളുടെ സൈഡിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പറയണില്ല. വാട്ട് ഈസ് ജസ്റ്റ് വി ആർ ഗോയിങ് ടു ഡു. ഓർഗനൈസേഷന് എന്താണോ ഫെയർ ആയിട്ടും ജസ്റ്റ് ആയിട്ടും നമ്മൾ തോന്നുന്നത് അത് ചെയ്യണം. കാരണം എന്തെങ്കിലും ഡിസിഷൻസ് ഇഫ് യു ടേക്ക്, if it goes wrong or if it dissatisfies that particular employee, sometimes the organization may lose a good employee. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഓരോ സ്റ്റേജസും, റിട്ടേൺ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ ഹിയറിംഗ് സ്റ്റേജാണ്. അപ്പോൾ റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്തും ഗ്രീവൻറ്റിൻ്റെ കയ്യിലും നമ്മൾ ഹിയറിംഗ് ഉണ്ടായിരിക്കും. ഹിയറിംഗ് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത് അപ്പീലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രൂഫായിട്ട് നമ്മുടെ റെക്കോർഡിങ്സിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ സബ്സ്റ്റാൻറ്റീവ് ഫെയർനെസ്. സബ്സ്റ്റാൻറ്റീവ് ഫെയർനെസ്സിൽ വരുന്നത്, what do you mean by substantive? ഒരു ബയസ്ഡ് അല്ലാത്ത ഒരു ഫേം ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു എവിഡൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ഫെയർനെസ് എന്ന് പറയുന്നത്. ദേ ഷുഡ് ഡിറ്റർമൈൻ ദാറ്റ് ദി കംപ്ലയിൻറ്റ് ഇസ് സബ്സ്റ്റാൻഷിയേറ്റഡ് ഓൺലി ആഫ്റ്റർ ഹിയറിംഗ് ഫ്രം ബോത്ത് ദ സൈഡ്സ്. അപ്പോൾ ഇതിനൊരു എന്താ പറയുക, ഒരു ഉറച്ച ഒരു എവിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിട്ടൊരു കാര്യമില്ല. നമ്മളൊരു ഗ്രീവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രീവൻസിന് അവിടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാവുന്ന എവിഡൻസസ് നമുക്കതിൽ ഉണ്ടായിരിക്കണം. ചെക്കിംഗ് അതർ റെലവൻറ്റ് എവിഡൻസ് ആൻഡ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് എനി മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ്. കൃത്യമായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും അതർ റെലവൻ്റ് ആയിട്ടുള്ള എവിഡൻസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതടക്കം നമ്മൾ ഇതിൽ കാണിക്കേണ്ടതാണ്. ആൻഡ് തേർഡ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രീവൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ സ്റ്റേജസും ഇറ്റ് ഷുഡ് ബി ഡെൽറ്റ് കോൺഫിഡൻഷ്യലി. അപ്പോൾ ഗ്രീവൻറ്റ് ഷുഡ് ബി ഏബിൾ ടു റേസ് എ കംപ്ലൈൻറ്റ് ആൻഡ് ഗെറ്റ് അഡ്വൈസ് ഇൻ കോൺഫിഡൻസ്. അപ്പോൾ എന്തെങ്കിലും ഗ്രീവൻറ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അത് റേസ് ചെയ്തു, അതിനെ പറ്റിയൊരു അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ അഡ്വൈസ് മേടിക്കേണ്ടതാണ്. എ കംപ്ലൈൻറ്റ് ഷുഡ് ബി റെഫേർഡ് നോട്ട് ടു ബി elsewhere, formally investigated or discussed and with others without the grievance consent. അപ്പോൾ ഗ്രീവൻറ്റ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആഫ്റ്റർ ഹാവിങ് നെസസറി ഹിയറിങ്സ് ആൻഡ് ഓൾ ദ ഗ്രീവൻസ് ഹാൻഡ്ലർ വുഡ് ഹാവ് ടേക്കൻ എ ഗുഡ് ഡിസിഷൻ ഓർ സംതിങ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഗ്രീവൻസ് ഉണ്ടായ കാര്യം അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനമായാലും എല്ലാവരോടും പറഞ്ഞ് നടക്കേണ്ടതല്ല. ഇത് പറയണമെങ്കിൽ ആരുടെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം? ഗ്രീവൻറ്റിൻ്റെ കൺസെൻറ്റ് ഉണ്ടായാൽ മാത്രമേ മറ്റൊരു പേഴ്സൻ്റെ അടുത്ത് നമുക്കിത് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വി ഹാവ് no right to disclose all those things. അപ്പോൾ ഗ്രീവൻറ്റ് ഉണ്ടായി കഴിഞ്ഞാലും അതിൻ്റെ പ്രൊസീഡിങ്സ് ആയാലും ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. അതേപോലെ തന്നെ വൺ ക്യാൻ നോട്ട് ആക്ട് ഓൺ ആൻ അനോണിമസ് ഗ്രീവൻസ്. വാട്ട് ഡു യു മീൻ ബൈ അനോണിമസ്? പേഴ്സൺ ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റി അയാൾ ഡിസ്ക്ലോസ് ചെയ്യാനോ തയ്യാറാവാത്തൊരു പേഴ്സണാണ് ഗ്രീവൻസ് കൊടുക്കുന്നതെങ്കിൽ അത് ചില സിറ്റുവേഷനിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ചൈൽഡ് അബ്യൂസിൻ്റെ കേസിലോ അതല്ലാന്നുണ്ടെങ്കിൽ കറപ്ഷൻ്റെ കേസിലോ നമുക്ക് ഐഡൻറ്റിറ്റി, അതായത് ഇത് ഗ്രീവൻസ് തരുന്ന ആളുടെ ഗ്രീവൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി അവിടെ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല. പക്ഷെ ബാക്കി എല്ലാ കേസിലും ഗ്രീവൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യണം. ഒരു അനോണിമസ് ഗ്രീവൻസിൻ്റെ പേരിൽ നമ്മൾ ആക്ഷൻ എടുക്കേണ്ട ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. Okay. Generally, procedural fairness requires that the respondent knows who has lodged the grievance. റെസ്പോണ്ടൻറ്റിന് അറിയാം ആരാണ് അയാളുടെ പേരിലുള്ള ഗ്രീവൻസ് ലോഡ്ജ് ചെയ്തേക്കണമെന്നുള്ളത് അറിയാവുന്നതാണ്. ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ കംപ്ലയിൻറ്റ്. ലോഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ കംപ്ലയിൻറ്റ്. അപ്പോൾ റെസ്പോണ്ടൻറ്റിൻ്റെ പേരിൽ ഒഫീഷ്യൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് ആരാന്നുള്ളത് റെസ്പോണ്ടൻറ്റിന് അറിയേണ്ട റൈറ്റും ഉണ്ട്. അതേപോലെ ഗ്രീവൻറ്റും റെസ്പോണ്ടൻറ്റും തമ്മിലുള്ള ഹിയറിങ് കഴിഞ്ഞ് അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ പ്രൊസീജിയേഴ്സും മീറ്റിങ്സും ഇതൊക്കെ റെക്കോർഡഡ് ആയിരിക്കണം.
അതേപോലെ നല്ലൊരു ഫെയർ ഡിസിഷൻ ആയിരിക്കണം. ഈ പറയുന്ന അവിടെ എടുത്തിട്ടുള്ള ആ മീറ്റിങ്ങിൽ എടുത്തിട്ടുള്ള എന്ത് തീരുമാനങ്ങളായാലും അല്ലെങ്കിൽ എന്ത് കംപ്ലയിൻസിൻ്റെ എന്തെങ്കിലും ഡിസ്കഷൻ ആയാലും നത്തിങ് ഷുഡ് ബി ഡിസ്ക്ലോസ് ടു എനി വൺ. സോ ഇതാണ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ വരുന്നത്. ഫോർത്ത് വൺ ഈസ് ടൈംലിനെസ്. ടൈംലിനെസ് എന്ന് പറയുമ്പം നമ്മൾ ഒരു റീസൺ ഇല്ലാണ്ട് കാര്യങ്ങളൊന്നും ഡിനൈ ചെയ്യരുത്, ഡിലേ ചെയ്യരുത്. ബിക്കോസ് ഒരു കംപ്ലയിൻറ്റ് നമ്മൾ കൊടുത്തു, ഇഫ് ഇറ്റ് ഈസ് പ്രൊലോങ്ങിങ്, ഒരു ടൈം ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ഇല്ലാണ്ട് അതിങ്ങനെ ഡിലേ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പല കണ്ടീഷൻസിനെയും വേഴ്സൺ ചെയ്യും, പല കണ്ടീഷൻസിനെയും വേഴ്സൺ ചെയ്യും, നമ്മുടെ പ്രോബ്ലത്തിനെ വേഴ്സൺ ചെയ്യും, അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ടീസ് തമ്മിലുള്ള കാര്യങ്ങൾ വേഴ്സൺ ചെയ്യും. അങ്ങനെ ഉള്ള ഗുഡ് റിലേഷൻഷിപ്പും അവിടെ ഇല്ലാതാവും. അപ്പോൾ ദ ഹോൾ വിൽ വേഴ്സൺ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിത്തിൻ 3 days or within 7 days or within 10 days or 15 days മാക്സിമം നമ്മൾ ഈ കേസ് ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. ചെറിയ നിസ്സാരമായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് അവർ റിഡ്രസൽ പ്രൊസീജിയറിൽ ടൈം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. വിത്തിൻ 3 days അല്ലെങ്കിൽ വിത്തിൻ നെക്സ്റ്റ് 5 days, വിത്തിൻ 7 days അല്ലെങ്കിൽ വിത്തിൻ 21 days. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യം ഓർഗനൈസേഷനിൽ നിൽക്കാൻ പാടില്ല. അത് അതിൻ്റെ രീതിയിലുള്ള കോടതിയിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യണം. അത് വിത്തിൻ ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിനുള്ളിൽ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിലും ഒരു അർത്ഥം ഉണ്ടാവില്ല. അതേപോലെ എംപ്ലോയീസ് വിൽ ലൂസ് ദെയർ കോൺഫിഡൻസ് വിത്ത് ദി എംപ്ലോയേഴ്സ്. ആൻഡ് ദെൻ ഈസ് ഫിഫ്ത്ത് വൺ ഈസ് റെക്കോർഡ് കീപ്പിംഗ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ദാറ്റ് ഈസ് നമ്മൾ ഏത് സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോയാലും, റിട്ടേൺ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, കൃത്യമായിട്ട് അത് റെക്കോർഡിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റേജിലുള്ള മീറ്റിങ്സ്, ഡിസ്കഷൻസ് എന്ത് തന്നെ ആയാലും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെ, ഗ്രീവൻറ്റ്, റെസ്പോണ്ടൻറ്റ്, വിറ്റ്നസ്സസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പേരും സിഗ്നേച്ചറും നമുക്കതിൽ മസ്റ്റാണ്. പിന്നെ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും റിട്ടേൺ ആയിട്ട് നമ്മൾ എഴുതി മേടിക്കണം. ഒരു എൻക്വയറി കമ്മിറ്റി വയ്ക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുക അല്ല. അപ്പോൾ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിലും അതിൻ്റേതായ 2 or 3 persons അതിൽ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക, ഗ്രീവൻറ്റും ഉണ്ടായിരിക്കും, റെസ്പോണ്ടൻ്റ് ഉണ്ടായിരിക്കും. വേണ്ടി വന്നാൽ നമുക്ക് ട്രേഡ് യൂണിയൻസിൻ്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടോ കൊളീഗോ ആരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണോ, അവരെന്താണോ നമ്മുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതടക്കം എപ്പോഴും റിട്ടേൺ ആയിട്ട് എഴുതി നമ്മൾ ഫയലിൽ വെക്കേണ്ടതാണ്. അപ്പോഴാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു ട്രാൻസ്പാരൻസി ഉണ്ടാവുള്ളൂ. ദി നെക്സ്റ്റ് പോയിന്റ് ഈസ് ട്രാൻസ്പാരൻസി. ദെർ മസ്റ്റ് ബി സഫിഷ്യൻറ്റ് സ്കോപ്പ് ഫോർ ട്രാൻസ്പാരൻസി ഇൻ ദ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. Effective communication must be made to all parties about relevant policies and procedure. ഒരു ഓർഗനൈസേഷനിൽ ചേരുമ്പോൾ തന്നെ, ജോയിൻ ചെയ്യുമ്പോൾ തന്നെ all the employees must be made clear about the policies and regulations which remains in the organization. ഒരു ഓർഗനൈസേഷനിലുള്ള കാര്യങ്ങൾ എന്താണോ അത് ഇനീഷ്യലി അവർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ന്യൂലി എംപ്ലോയിഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ദെൻ ദാറ്റ് എംപ്ലോയി വിൽ നോ ഹൗ ടു മേക്ക് എ ഗ്രീവൻസ് അല്ലെങ്കിൽ ഹൗ ടു മേക്ക് എ കംപ്ലയിൻറ്റ്. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് അറിയാനായിട്ട് പറ്റും. And if that particular person or any employee is having any grievance, അവർക്ക് എന്ത് ചെയ്യാം, ഗ്രീവൻസ് സെല്ലിലേക്ക് അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ്. അത് ഗ്രീവൻസ് സെല്ലിലേക്ക് എത്തിക്കണോ അതല്ലാന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറിൻ്റെ അടുത്താണോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറാണ്. അതിൽ ഒതുങ്ങാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഗ്രീവൻസ് സെല്ലിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഗ്രീവൻസ് സെല്ല് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 or 3 persons അതിൽ ഇൻവോൾവ് ചെയ്യും. അവർ കാര്യങ്ങളൊക്കെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് അവരൊരു ഡിസിഷൻസും കാര്യങ്ങളൊക്കെ പറയും, സൊല്യൂഷൻസും പറയും. ആൻഡ് ഇഫ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി is still not satisfied what the grievance cell has given to them, they can go for the appeal. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ലാസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ളത് ഓപ്പൺനെസ്, ഹോണസ്റ്റി ആൻഡ് ഫെയർ ഡീലിംഗ്.
സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, വിത്തൗട്ട് ഇംപാർഷ്യാലിറ്റി, the solution or the decision what you are going to give should be fair, it should be honest and it should be just. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയറിൽ വരുന്നത്. എന്തൊക്കെയാണ്? പ്രൊസീജിയറൽ ഫെയർനെസ് ഉണ്ടായിരിക്കണം. പ്രൊസീജിയറൽ ഫെയർനെസ്സിൽ എന്തൊക്കെ പറഞ്ഞത്? റിട്ടേൺ ഫോം ആയിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം, കാര്യങ്ങൾ രണ്ട് പേർക്കും റെസ്പോണ്ടൻറ്റിനും ഗ്രീവൻറ്റിനും പറയാനുള്ളത് എന്താണെന്നുള്ളത് എപ്പോഴും കേൾക്കണം. ഒരാൾ പറയണത് മാത്രം നമ്മൾ കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് പാടില്ല. അതാണ് പ്രൊസീജിയറൽ ഫെയർനെസ്സിൽ വന്നത്. സെക്കൻഡ് വൺ സബ്സ്റ്റാൻറ്റീവ് ഫെയർനെസ്സിൽ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രീവൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, ഒരു ഇറ്റ് ഷുഡ് ബി കം ഫ്രം എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം ഒരു ഓർഗനൈസേഷന്. അതല്ലാതെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാവരുത്, ഒരു ബയസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാവരുത്. ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് സോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് സബ്സ്റ്റാൻഷ്യേറ്റീവ് എവിഡൻസസും അതിന് ഉണ്ടായിരിക്കണം. ആ എവിഡൻസസ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക. തേർഡ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിൽ ഓരോ സ്റ്റേജും ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. ആൻഡ് ദെൻ ടൈം ലിമിറ്റ്, ടൈംലിനെസ്സിനുള്ളിൽ, ദാറ്റ് ഈസ് ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക. പറയുന്ന ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ഗ്രീവൻസ് പ്രൊസീജിയർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ്. റെക്കോർഡ് കീപ്പിങ്ങിൽ ഓരോ സ്റ്റേജസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് തന്നെ മേടിക്കണം. കംപ്ലൈൻറ്റ് തൊട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അവരെ അറിയിക്കുന്നത് വരെയും, അതേപോലെ അറിയിച്ചിട്ടും അവർ ഡിസിഷൻസ് ഞങ്ങൾ അറിയിച്ചു എന്നുള്ള കാര്യം അടക്കം അവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിക്കേണ്ടതാണ്. സോ ആരൊക്കെയാണോ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, ദറ്റ് ഈസ് എവിഡൻസസ് ആയിരിക്കാം, വിറ്റ്നസ്സസ് ആയിരിക്കാം, അതേപോലെ തന്നെ ഗ്രീവൻറ്റും റെസ്പോണ്ടൻറ്റും അതിൽ അപ്പിയർ ചെയ്തിട്ടുള്ള എനി അതർ പേഴ്സൺസ് ആരായാലും എവ്രി വൺ ഷുഡ് റൈറ്റ് ദ നെയിം ആൻഡ് പുട്ട് ദ സിഗ്നേച്ചർ. അതേപോലെ തന്നെ അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവൻ ദേ ഷുഡ് ഗിവ് ഇൻ ദി റിട്ടേൺ ഫോം. അവർ എൻക്വയറി കമ്മിറ്റിയുടെ മുൻപാകെ അല്ലെങ്കിൽ ഗ്രീവൻസ് സെല്ലിൻ്റെ മുൻപാകെ പറയുന്ന എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? റിട്ടേൺ ആയിട്ടും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദെൻ ഇസ് ട്രാൻസ്പാരൻസി. ഇപ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലാക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സും അവിടെ ഒരാൾക്കാർക്കും നമുക്കൊരു കൺഫ്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണില്ല. ഇന്ന കാര്യം ചെയ്താൽ ഇതാണ് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്ന പനിഷ്മെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓപ്പൺനെസ്, ഹോണസ്റ്റി ആൻഡ് ഫെയർ ഡീലിംഗ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻസ് ആയാലും റെസൊല്യൂഷൻസ് ആയാലും. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിലത്തെ കാര്യങ്ങൾ വരുന്നത്. ഇനിയുള്ളത് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഒരു ഗ്രീവൻറ്റിനുള്ള റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ്? ഗ്രീവൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞത്? എ പേഴ്സൺ ഹു ഈസ് മേക്കിംഗ് ദി കംപ്ലയിൻറ്റ്. ഓക്കെ, ഇനി ആരുടെ എഗെയിൻസ്റ്റ് ആയിട്ടാണോ കംപ്ലയിൻറ്റ് നമ്മൾ കൊടുക്കുന്നത് അവരിനാണ് നമ്മൾ റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രീവൻറ്റിന് എന്തൊക്കെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. Grievance policy of organizations aims to provide learning and working environment in which complaints are responded to promptly and with minimum distress and maximum protection to all parties. ഒരു ഗ്രീവൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഡിസ്ട്രെസ് ഓർഗനൈസേഷനിൽ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. മാക്സിമം എന്താ വേണ്ടത്? ആ എംപ്ലോയീസിൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് വേണ്ടത്. ഇനി എന്തൊക്കെയാണ് ഗ്രീവൻറ്റിൻ്റെ റൈറ്റ്സ് എന്നുള്ളത് നോക്കാം. The following rights are enjoyed by a grievant. Have their grievance treated seriously. അവർ ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടോ? ഹാവ് ദ മാറ്റർ ഡെൽറ്റ് വിത്ത് പ്രോംപ്റ്റ്ലി. പറയുന്ന കാര്യങ്ങൾ പറയുന്ന രീതിയിൽ പ്രോംപ്റ്റായിട്ട് അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? സീക്ക് അഡ്വൈസ്, support and representation from their union
or other support persons. അപ്പോൾ ഇതിനെ ആ ഗ്രീവൻസ് ഹാൻഡ്ലിങ്ങിനെ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അഡ്വൈസ് മേടിച്ചിട്ടുണ്ട്, ഇനി അത് തേർഡ് പേഴ്സണിൻ്റെ കയ്യിൽ നിന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി യൂണിയൻ മെമ്പർ, ട്രേഡ് യൂണിയൻ മെമ്പേഴ്സിന് അല്ലെങ്കിൽ അവരെന്തെങ്കിലും സപ്പോർട്ടിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടോ, റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യം വന്നിട്ടുണ്ടോ എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ റേസ് കൺസേൺസ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് സ്റ്റാഫ് മെമ്പർ ആൻഡ് റിസീവ് അഡ്വൈസ് ഇൻ കോൺഫിഡൻസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീവൻറ്റ് അത് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസ് കോൺഫിഡൻഷ്യലായിട്ട് ഡീൽ ചെയ്യേണ്ടതാണ്. ഗിവ് കൺസെൻറ്റ് ബിഫോർ ദെയർ കംപ്ലൈൻറ്റ് ഇസ് റെഫേർഡ് ടു അനദർ പേഴ്സൺ ഓർ യൂണിറ്റ്. നമ്മൾ ആദ്യം ഒരു ഗ്രീവൻസ് സെല്ലിൻ്റെ മുമ്പിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറിൻ്റെ അടുത്താണ് നമ്മൾ ഗ്രീവൻസ് റേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ നമുക്കൊരു പറ്റിയ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അപ്പോഴും ഡിസാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രീവൻസ് വേറൊരു അനദർ പേഴ്സണിനെ നമ്മൾ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസെൻറ്റ് കൊടുക്കേണ്ടത് ആരാണ്? ദ ഫസ്റ്റ് ഇനീഷ്യലായിട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതിൻ്റെ കൺസെൻറ്റ് കൊടുക്കേണ്ടത്. ബി അക്കംപനൈഡ് by another person or any occasion when the complaint is being discussed. ചിലപ്പോൾ കംപ്ലൈൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും അക്കംപനൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കാം, കൊളീഗ് ആയിരിക്കാം, യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എനി അതർ പേഴ്സൺസ് ആസ് എ വിറ്റ്നസ് ആയിട്ടായിരിക്കാം. അപ്പോൾ ആരിനൊക്കെയാണോ നമ്മൾ അക്കംപനൈ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും അവർക്ക് പറയാനുള്ള കാര്യങ്ങളും റിട്ടേൺ ആയിട്ട് വേണം. ആൻഡ് ദെൻ ഗ്രീവൻറ്റിന് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും കംപ്ലൈൻറ്റ് വിത്ഡ്രോ ചെയ്യാനും അത് പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് പറയാനുള്ള റൈറ്റും ആർക്കുണ്ട്? ഗ്രീവൻറ്റിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഗ്രീവൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റൈറ്റ്സ് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി റെസ്പോൺസിബിലിറ്റിയാണ്. ഡിസ്ക്ലോസ് ദെയർ ഐഡൻറ്റിറ്റി ഇഫ് ദേ വിഷ് ആക്ഷൻ ടു ബി ടേക്കൻ. അപ്പോൾ ഇതിൽ ഗ്രീവൻറ്റിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാം. എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ പുട്ട് ദെയർ ഗ്രീവൻസ് ഇൻ റൈറ്റിംഗ് ഇഫ് ഇറ്റ് ഈസ് ഓഫ് സീരിയസ് നേച്ചർ. സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഗ്രീവൻസ് അതൊരു ഫോർമൽ രീതിയിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗ്രീവൻസ് റെസൊല്യൂഷൻ പ്രോസസ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ അതിൻ്റെ ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിൽ മുഴുവനുമായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിൽ നമ്മൾ ഗുഡ് ഫെയ്ത്തിൽ തന്നെ അവരുടെ കൂടെ നിൽക്കാം. Assist the grievance handler in reaching a satisfactory resolution wherever possible. അപ്പോൾ ഗ്രീവൻസ് ഹാൻഡ്ലറിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അസിസ്റ്റ് ചെയ്യാനും ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്ത് പോകാനും നമുക്ക് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണം. ഡിസ്കസ് ദ ഗ്രീവൻസ് ഓൺലി വിത്ത് ദോസ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ റിസോൾവിങ് ഇറ്റ്. ഗ്രീവൻസ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരോടും പറഞ്ഞു നടക്കാനുള്ളതല്ല, അതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണോ. ഇപ്പോൾ ഗ്രീവൻ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റെസ്പോണ്ടൻ്റ് ഉണ്ടായിരിക്കും. ഇനി അതിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിൽ മേ ബി 2 or 3 persons ഇവരായിട്ട് ഡയറക്റ്റ്, ദറ്റ് ഈസ് ഗ്രീവൻസ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് ഡയറക്റ്റ് റിലേഷനുള്ള പാർട്ടീസായിട്ട് മാത്രം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. Avoid complaining about the same matter to several different people at the same time. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു സീരിയസ് ഇഷ്യൂ ആണ്, ആ സീരിയസ് ഇഷ്യൂ നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം മാറ്റർ തന്നെ ഓർഗനൈസേഷനിലുള്ള എല്ലാവരുടെ അടുത്തും നടന്ന് കംപ്ലൈൻറ്റ് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറിൻ്റെ അടുത്ത് നമ്മൾ കംപ്ലൈൻറ്റ് റേസ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള കാര്യങ്ങൾ എന്താണോ അത് കോൺഫിഡൻഷ്യലായിട്ട് അവിടുന്ന് വരേണ്ടതാണ്. അപ്പോൾ ഈ മാറ്റേഴ്സൊക്കെ കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അവോയ്ഡ് മേക്കിംഗ് മിസ്ഷീവിയസ് ഓർ മലീഷ്യസ് കംപ്ലയിൻറ്റ്സ് ഓർ കൗണ്ടർ കംപ്ലയിൻറ്റ്സ്. അപ്പോൾ നമ്മളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്റ്റാൻറ്റീവ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ട്രൂത്ത്ഫുൾ, ഇറ്റ് ഷുഡ് ബി ഇമ്പോർട്ടൻറ്റ്, മീനിങ് ആയിരിക്കണം. അതല്ലാതെ മലീഷ്യസ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആവരുത്. അതേപോലെ പല കംപ്ലയിൻറ്റ്സ് ആയിട്ട് കൗണ്ടർ കംപ്ലയിൻറ്റ്സും നമുക്ക് വരാൻ പാടില്ല. റെക്കഗ്നൈസ് ദ പേഴ്സൺ കംപ്ലയിൻറ്റ് അബൌട്ട് ഓൾസോ ഹാസ് റൈറ്റ്സ് ടു പ്രൊസീജിയറൽ ഫെയർനെസ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റെസ്പോണ്ടൻറ്റിനും ഈക്വൽ റൈറ്റ്സ് ഉണ്ട് ഈ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട്.
അപ്പം നമ്മളും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളൊരു കാര്യം കംപ്ലൈൻ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് യൂഷ്വലി ഗോസ് ഫോർമലി. അപ്പോൾ ചിലപ്പോൾ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നല്ലോണം ആലോചിച്ചിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുക്കാനായിട്ട്. ആൻഡ് തേർഡ് തിങ് ഇസ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ബൈ HR മാനേജർ. ഒരു HR മാനേജറാണ് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ആൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻഷ്യൂർ ദാറ്റ് ഹി ഈസ് ഫെമിലിയർ വിത്ത് ദ പ്രൊസീജിയർ ആൻഡ് അപ്ലൈ ഇറ്റ് കറക്റ്റ്ലി. അപ്പോൾ ഇതിലേക്ക് വരുന്നേക്കാളും മുമ്പ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ള റൂൾസ്, പോളിസീസ്, റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ HR മാനേജറാണ് ഇതൊക്കെ ഫ്രെയിം ചെയ്യണത് തന്നെ HR മാനേജറായിരിക്കും. He should be thoroughly known about all those policies. അതിനെ ബേസ് ചെയ്തിട്ടാണ് he is going to handle this process. Hold any grievance hearing in private without interruptions. അപ്പോൾ എന്ത് ഗ്രീവൻസ് ഹിയറിംഗ് ആയാലും ഡിസ്കഷൻസ് ആയാലും ഹോൾഡ് എവറിത്തിങ് ഇൻ പ്രൈവറ്റ് ഓർ എ confidential mode. Where a grievance relates to the person's line manager, ensure that the employee can raise a grievance with someone else. അപ്പോൾ അയാളുടെ ഇമ്മീഡിയറ്റ് ലൈൻ മാനേജറിൻ്റെ അടുത്താണ് അയാൾക്ക് കംപ്ലൈൻറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെന്തായാലും വേറെ ആരെങ്കിലും അടുത്ത് ഈ ഗ്രീവൻസ് ആയിട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലിസൺ കെയർഫുള്ളി ടു ദ പേഴ്സൺസ് എക്സ്പ്ലനേഷൻ ഓഫ് ദി പ്രോബ്ലം ആൻഡ് കൺസിഡർ വെദർ there is a deeper issue which might be the root cause of the grievance. ഇപ്പോൾ കംപ്ലൈൻറ്റ് തരുന്ന സമയത്ത് അതിനെക്കുറിച്ച് നന്നായിട്ട് അയാളുടെ കയ്യിൽ നിന്നുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് എഴുതി മേടിക്കുക. അതിൻ്റെ നമ്മളത് കൺസിഡർ ചെയ്യുക. വേറെ എന്തെങ്കിലും കോസസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളത്, നമ്മൾ ഡീപ്പറായിട്ടുള്ള വല്ല ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുക. ലിസൺ ടു എനി കോൺഫ്ലിക്റ്റിംഗ് പോയിൻറ്റ്സ് ഓഫ് വ്യൂ. പറയുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് ലിസൺ ചെയ്യുക. ഒരാൾ ലിസൺ ചെയ്യാനുണ്ട് എന്നറിഞ്ഞാൽ തന്നെ നമുക്ക് പറയുന്ന ആൾക്ക് എന്താണ്, പകുതി ഭാരം അവിടെ കുറയും. ഓക്കെ, ഇപ്പം നമ്മളെ കേൾക്കാനായിട്ട് നമ്മളെപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. വൈ വി ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു അവർ ഫ്രണ്ട്സ് ദാൻ അവർ പാരൻസ്. നമ്മളെപ്പോഴും കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ പാരൻസിനാണ്. പാരൻസിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാനായിട്ടില്ല. അതാണ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് തിങ്, നമ്മുടെ എൽഡേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൽഡേഴ്സായിട്ട് നമ്മുടെ മൈൻഡ് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എനി അതർ പേഴ്സൺസിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വെൻ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ്, അപ്പോൾ പറയാനുള്ളത് എന്താണോ, whatever the person is going to say about the conflict, first listen. രണ്ട് ഭാഗത്തുനിന്നും, ഗ്രീവൻറ്റിൻ്റെ കയ്യിൽ നിന്നും റെസ്പോണ്ടൻ്റിൻ്റെ കയ്യിൽ നിന്നും എന്താണ് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ അത് ലിസൺ ചെയ്യാം. weigh up all the evidence to see whether there is an issue to address. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ട് അത് കൃത്യമായിട്ട് മെഷർ ചെയ്ത് ഇത് ഒരു ഡീപ്പർ അല്ലെങ്കിൽ ഒരു വലിയൊരു ഇഷ്യൂയിലേക്ക് പോണ കാര്യമാണോ എന്നുള്ളത് നമ്മൾ നോക്കാം. ഡിസൈഡ് വാട്ട് ആക്ഷൻ ടു ടേക്ക്. ഇനി അത് വലിയ കാര്യങ്ങളിലേക്ക് പോണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. ഡിസൈഡ് വാട്ട് ആക്ഷൻ ടു ടേക്ക്, ട്രൈങ് ടു ബാലൻസ് ഫെയർനെസ് ടു ദ പേഴ്സൺ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ബിസിനസ് ഓർ അതർ വർക്കേഴ്സ്. നമ്മൾ വേറൊരാളിനെയും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിസിനസ്സിനെയും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഫെയർ ആയിരിക്കണം. അയാൾക്ക് എന്താണോ വേണ്ടത് നീതിപൂർവ്വം കിട്ടേണ്ടത് അയാൾക്ക് കിട്ടിയിരിക്കണം. ഇൻഫോം ഓൾ കൺസേൺഡ് പാർട്ടീസ് ഓഫ് യുവർ ഡിസിഷൻ ആൻഡ് ദി അപ്പീൽ പ്രോസസ്. അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മുഴുവനായിട്ട് നമ്മൾ വ്യക്തമാക്കി കൊടുക്കണം വാട്ട് ഡിസിഷൻ വി ഹാവ് മെയ്ഡ് എന്നുള്ളത്. And then ensure you resolve any problems relating to policies, procedures or conduct where the grievance procedure highlights these. Keep the process as confidential as possible. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോളിസി അതേപോലെ തന്നെ പ്രൊസീജിയർ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടാക്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിൽ തന്നെ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ദെൻ കീപ് ഓൾ ദിസ് പ്രോസസ് ആസ് കോൺഫിഡൻഷ്യൽ ആസ് പോസിബിൾ. നമ്മളിത് പരമാവധി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂസ് അത് കൂടുതൽ പുകഞ്ഞ് അവിടെ ഓർഗനൈസേഷൻ
ഓർഗനൈസേഷനിൽ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ആ സ്മോക്കൊക്കെ നമുക്കത് കളയണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും കോൺഫിഡൻഷ്യലായിട്ട് ദി ഓർഗനൈസേഷൻ ഹാസ് ടു മൂവ് ഓൺ. അതിന് എംപ്ലോയിയും സഹകരിക്കണം. എംപ്ലോയി ഓൾസോ എന്ത് ചെയ്യണം, കാര്യങ്ങൾ അധികം ആരോടൊന്നും പറഞ്ഞ് നടക്കരുത്. പറയേണ്ടത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ, അവിടുന്ന് എന്താണോ കാര്യങ്ങൾ അത് അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകണമെന്നല്ലാതെ വേറൊരാളിലേക്കും അത് സ്പ്രെഡായി പോകാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ഇസ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ഡിസിപ്ലിനറി ഓർ ഗ്രീവൻസ് ഡിസിഷൻ. ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ 3 തിങ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. സ്പെസിഫൈ ടൈം ലിമിറ്റ്സ് ഫോർ ലോഡ്ജിങ് ആൻഡ് ഹിയറിംഗ് ദ അപ്പീൽ. പ്രൊവൈഡ് ഫോർ ആൻ അൺഇൻവോൾവ്ഡ് മാനേജർ ടു ഹിയർ ദ അപ്പീൽ. സ്റ്റേറ്റ് റൈറ്റ്സ് ടു ബി അക്കംപനൈഡ് ബൈ എ കൊളീഗ് ഓർ ട്രേഡ് യൂണിയൻ ഒഫീഷ്യൽ. ഇതിൽ വരുന്നത് റിട്ടേൺ ഡിസിഷൻ ആണ് നമ്മൾ സാധാരണ വർക്കറിന് നമ്മൾ കൊടുക്കാം. എ റിട്ടേൺ ഡിസിഷൻ ടു എ വർക്കർ ഷുഡ് നോട്ട് ദെയർ റൈറ്റ് ടു അപ്പീൽ. എനി റിട്ടേൺ ഡിസിപ്ലിനറി ഓർ ഗ്രീവൻസ് ഡിസിഷൻ ടു എ വർക്കർ ഷുഡ് നോട്ട് ദെയർ റൈറ്റ് ടു അപ്പീൽ. അപ്പം നമ്മളൊരു ഹയർ ഇതിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു അപ്പീലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രൊസീജിയറാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് പ്രൊസീജിയറാണ് ഞാൻ പറഞ്ഞത്, സ്പെസിഫൈ ടൈം ലിമിറ്റ്സ് ഫോർ ലോഡ്ജിങ് ആൻഡ് ഹിയറിംഗ് ദ അപ്പീൽ. നമ്മളൊരു ഗ്രീവൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഒഫീഷ്യൽ കംപ്ലയിൻ്റ് ആണ് ലോഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒഫീഷ്യൽ കംപ്ലയിൻറ്റ് നമ്മൾ ലോഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിന് എല്ലാത്തിനും അതിന് കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ഇനി ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇതിൽ അൺഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു മാനേജറിനെയാണ് നമ്മൾ എപ്പോഴും കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കറപ്റ്റായിട്ട് മാറും. അപ്പോൾ ആ ഒരു രീതി ഒഴിവാക്കാനായിട്ട് ഇതിൽ അൺഇൻവോൾവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണിനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. തേർഡ് പോയിന്റ്, സ്റ്റേറ്റ് റൈറ്റ്സ് ടു ബി അക്കംപനൈഡ് ബൈ ദ കൊളീഗ് ഓർ ട്രേഡ് യൂണിയൻ ഒഫീഷ്യൽ. ഒരു ട്രേഡ് യൂണിയൻ ഒഫീഷ്യൽ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കൊളീഗിൻ്റെ നമ്മൾ അവരുടെയും ഡിസ്കഷനെ വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ റൈറ്റ്സ് എന്താണെന്നുള്ളതും നമ്മൾ അവർക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. In addition, the disciplinary appeal procedure should explain what action might be taken and the grievance appeal procedure should state the outcome is final. അപ്പോൾ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള വ്യക്തികൾ എപ്പോഴും പറയേണ്ടത് എന്താണ്, അവർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ സ്റ്റേജസും റെക്കോർഡിക്കലാക്കി ഇന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഇന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഇന്ന ആക്ഷനാണ് എടുക്കാനായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അല്ലാണ്ട് ദിസ് ഷുഡ് ബി ടേക്കൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ ഇന്ന രീതിയിലുള്ള ഒരു മിസ്കോണ്ടക്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബാക്കിലുള്ള ഗ്രീവൻസ് ആയതുകൊണ്ട് ഈ സച്ച് ഡിസിഷൻസ് ഓർ സച്ച് ആക്ഷൻസ് മേ ബി ടേക്കൺ എന്ന് പറഞ്ഞ റെക്കമെൻഡേഷൻ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ദ ഗ്രീവൻസ് അപ്പീൽ പ്രൊസീജിയർ ഷുഡ് സ്റ്റേറ്റ് ദി ഔട്ട്കം ഇസ് ഫൈനൽ. ആൻഡ് ഫൈനലി അപ്പീലിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഒരു അപ്പീൽ പ്രൊസീജിയറിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.